അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-5 വചനങ്ങളും 2-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങളും നമുക്ക് ശ്രവിക്കാം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ വചനഭാഗത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ തമ്പുരാനെ, അങ്ങയുടെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 5 ദിനങ്ങളിലായി പെന്തക്കോസ്താ തിരുനാളിനായി ഒരുങ്ങി ഞങ്ങൾ പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിച്ച നിന്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ ഉന്നതമായ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെ മേലും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ലഭിക്കുവാൻ, സഭ മുഴുവനും ആത്മാവിന്റെ വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് പറന്നിറങ്ങണമേ, അഗ്നിയായി ഞങ്ങളിൽ ജ്വലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഉന്നതമായൊരു അഭിഷേകത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി ഓരോ ദിവസവും ഓരോ നിമിഷവും മാറുവാനുള്ള വലിയ കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഇരിക്കുന്നു. സിഹിയോൻ മാളിക മുകളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന ശിഷ്യഗണങ്ങളോട് ഒപ്പം എന്നതുപോലെ 120ഓളം ശിഷ്യഗണങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്തായിൽ സംഭവിച്ച അഭിഷേകം പോലെ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലും ഈ നിമിഷങ്ങളിൽ സംഭവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടവരുത്തണമേ, സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, കടന്നു വരണമേ, ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും വരാനിരിക്കുന്ന സകല തലമുറകളിലും കർത്താവിന്റെ 2-ാം വരവരെയുള്ള സകല തലമുറകളിലും വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹാഗ്നിയാൽ ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങളും ആ സ്നേഹാഗ്നി ജ്വാല കൊണ്ട് ജ്വലിച്ച് ഈ ഭൂമിയിൽ സ്നേഹത്തിന്റെ അഗ്നി പകർത്താനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ സാധിക്കുന്നിടത്തോളം ഒക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നമ്മളൊരു ഇന്ററാക്ഷൻ പോലെയൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഉത്തരം പറയാനും ഒക്കെ നമ്മൾ ഈ സമയം ചിലവഴിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ആഗ്രഹിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈഡിലൂടെ ഇങ്ങനെ കേട്ട് മാത്രം പോകാതെ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. ഞാനും നിങ്ങളോടൊപ്പം ധ്യാനിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനമാണ്. ഈ ധ്യാനത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. സൗണ്ട് ഒക്കെ വരാതെ നോക്കുക. അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് നമ്മുടെ ശുശ്രൂഷ ഏറ്റവും മനോഹരമാകുവാൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനത്തിനിട്ടിരിക്കുന്ന പേര് എന്താണെന്ന് പറയാമോ? പരിശുദ്ധാത്മാഭിഷേക ധ്യാനം. അങ്ങനെയല്ല, പെന്തക്കോസ്താ അനുഭവ ധ്യാനം എന്നാണ്. ഇപ്പൊ കുറച്ചു മുമ്പേ നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ ആ പോസ്റ്റർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ധ്യാനത്തിന്റെ പേര്? പെന്തക്കോസ്താ അനുഭവ ധ്യാനം. പെന്തക്കോസ്താ അനുഭവ ധ്യാനം. ഈ പെന്തക്കോസ്ത് അല്ലെങ്കിൽ പെന്തക്കോസ്ത എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ?
പെന്തക്കോസ്ത്. ആർക്കെങ്കിലും അറിയാം? വാട്ട് 50th ഈസ് പെന്തക്കോസ്റ്റ്? 50th day. യെസ്, യെസ്, റൈറ്റ്. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇത് വന്നത്. പെന്തക്കോസ്തെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് 50th എന്നാണ് അതിന്റെ അർത്ഥം, 50ാമത്തെ ദിവസം. അപ്പോ നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ എന്താ കണ്ടത്? നമ്മള് പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ എന്നാണ് നമ്മൾ വായിച്ചത്, അല്ലേ? അങ്ങനെയല്ലേ കണ്ടത്? അങ്ങനെയാണോ? അതെ അതെ. അപ്പോ ഈ പെന്തക്കുസ്താ ദിനം എന്ന് പറയുന്ന ആ ദിനത്തിലാണ് ഈ ഒരു വലിയൊരു അഭിഷേകം നടക്കുന്നത്. പുതിയ നിയമഗ്രന്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് 120ഓളം ശിഷ്യഗണങ്ങള് ഒരുമിച്ച് കൂടി മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെന്തക്കുസ്താ ദിനം ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ? ഈ പെന്തക്കൊസ്ത ഉണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആ പെന്തക്കൊസ്ത ദിനത്തിൽ ആ ദിനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് വചനത്തിൽ വരുന്നത്? അപ്പൊ പഴയ നിയമത്തില് പെന്തക്കൊസ്ത യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഈ ഫീസ്റ്റിനെ വിളിക്കുന്നത് ഫീസ്റ്റ് ഓഫ് വീക്സ് എന്നാണ്. അത് ആഴ്ചകളുടെ തിരുനാൾ എന്നാണ്. പെസഹ കഴിഞ്ഞാൽ 50ാമത്തെ ദിവസമാണ് ഇത് ആഘോഷിച്ചിരുന്നത്. അപ്പോ ഷാവൂട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ ഉത്സവമായിരുന്നു ഇത്. പഴയ നിയമ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ലേവ്യരുടെ പുസ്തകം നമ്മൾ എടുത്താൽ അതിന്റെ 23ാമത്തെ അധ്യായത്തിന്റെ 15-16 വചനം, സാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. 7ാമത്തെ സാബത്തിന്റെ പിറ്റേ ദിവസം, അതായത് 50ാം ദിവസം, കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. ലേവ്യർ 23-15-16 വചനം. വീണ്ടും പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ 34-ാം അധ്യായത്തിന്റെ 22ാമത്തെ വചനം, ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം. കർത്താവ് പറയുകയാണ് ഈ ആഘോഷം നടത്തണം. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ 16-ാം അധ്യായത്തിന്റെ 10ാമത്തെ വചനം, പിന്നെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം സ്വാദിഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആഴ്ചയുടെ തിരുനാൾ ആചരിക്കണം. അപ്പോ ക്രിസ്തുവിന് മുമ്പുള്ള ഈ പെന്തക്കോസ്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ? വിളവെടുപ്പിനുള്ള നന്ദി പ്രകടനം, താങ്ക്സ് ഗിവിംഗ് ഫോർ ഹാർവെസ്റ്റ്. ദൈവം നൽകിയ ആ വലിയ ഹാർവെസ്റ്റിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവം, ഒരു ആഘോഷം, ഒരു തിരുനാൾ. പിന്നെ രണ്ടാമത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷം, ഗോഡ്സ് ബ്ലെസ്സിങ്. മൂന്നാമത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം, കവനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ഇതായിരുന്നു നമ്മള് ഈ പഴയ നിയമഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പഴയ നിയമത്തിലെ പെന്തക്കുസ്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തില് ദൈവം തന്റെ നിയമം ശിലാഫലകങ്ങളിൽ എഴുതി. എന്നാൽ ദൈവം ഒരു പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ അവൻ തന്റെ നിയമം മനുഷ്യ ഹൃദയങ്ങളിൽ എഴുതുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. നമുക്കറിയാം, ജോയൽ പ്രവാചകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 28-29 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അവസാന നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ മേൽ വർഷിക്കും, എന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇങ്ങനെ പറയുന്ന വചനഭാഗം. അതുപോലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 36-ാമത്തെ അധ്യായത്തിന്റെ 26-27 തിരുവചനങ്ങളിൽ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, പുതിയ ചൈതന്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും, മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിവേശിപ്പിക്കും. അത് ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങളെ
പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തി നൽകുമെന്നാണ് ഈ വചനം പഴയ നിയമത്തിൽ. ഇങ്ങനെ ധാരാളം പ്രവചനങ്ങളുണ്ട്. ഞാൻ ഏതാനും ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വളരെ വളരെ വ്യക്തമായി പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ പെന്തക്കുസ്ത അനുഭവ ധ്യാനമാണ്. അപ്പോ ഇത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലം. എന്നാൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ് ഈ പെന്തക്കുസ്ത ദിനത്തിന് മുമ്പ് തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ. ഇന്ന് നമ്മള് ലത്തീൻ ആരാധനക്രമത്തിലെ ലാറ്റിൻ റൈറ്റിലെ കുർബാനയിൽ പങ്കെടുത്തവർക്കറിയാം, ഇന്നത്തെ വചനഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ്. അപ്പൊ ഈ ലോകത്തില് യേശുവിന്റെ ശിഷ്യന്മാർ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം ആത്മാവിൽ നിറഞ്ഞു ജീവിക്കണം, അവർ ഐക്യത്തിൽ സ്നേഹത്തിൽ ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ നിയോഗം, അതിനുവേണ്ടി പിതാവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗത്ത് ഇന്ന് ലാറ്റിൻ റൈറ്റ്സിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. യോഹന്നാൻ 14 നമ്മൾ കാണുന്നുണ്ട്, 16-17, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകും, അവൻ സത്യത്തിന്റെ ആത്മാവായിരിക്കും, അവൻ എന്നും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ലോകം അവനെ കാണുകയോ അറിയുകയോ ഒന്നും ചെയ്യുന്നില്ല, അത് സ്വീകരിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾ അവനെ അറിയുന്നു, അവൻ നിങ്ങളോടുകൂടെ വസിക്കും, നിങ്ങളിൽ വാസമുറപ്പിക്കും. ഇത് യേശുവിന്റെ വാഗ്ദാനമാണ്. ഈശോ വചനഭാഗത്ത് യോഹന്നാൻ 14-16-17 വചനം എടുത്ത് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാകും. ഈ കാര്യങ്ങളൊക്കെയാണ് ഈശോയുടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ യോഹന്നാൻ 14-26 പറയുന്ന എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോ എന്റെ നാമത്തിൽ പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്നു. അപ്പൊ യേശുവിന്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. അപ്പൊ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഹി വിൽ ടീച്ച് യു എവറിത്തിങ് ആൻഡ് ഹി വിൽ റിമൈൻഡ് യു വാട്ട് എവർ ഐ ഹാവ് ടോൾഡ് യു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്ത് എന്താ ഈശോയുടെ വചനം പറയുന്നത്? ഈശോ പറയുന്നത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. മൈക്കൊക്കെ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവരാണ്. മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റിട്ടുള്ളവരാണ്. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്ന് പറഞ്ഞു. ഈ ആത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. വീണ്ടും നമ്മൾ കൺഫർമേഷനിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് സ്ഥിരീകരിച്ച് നൽകി പൂർണ്ണ ക്രിസ്ത്യാനിയാക്കി മാറ്റി യേശുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശവാഹകരാക്കി നമ്മളെ ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യേശു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ പ്രാപ്തരാക്കി നമ്മളെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കൺഫർമേഷനിലൂടെ നമ്മളൊരു പൂർണ്ണ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഫുള്ളി കൺഫേംഡ് പീപ്പിൾ ആണ്. സോ ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ പെന്തക്കുസ്ത അനുഭവ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ 4-5 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ഈ പെന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഇതെന്നും നമ്മളോടുകൂടി ആയിരിക്കും.
എന്നും നമ്മളോട് കൂടെ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ സാക്ഷികളായിരിക്കും. എല്ലാ ദിവസവും we are called to give witness as a true disciple of Jesus. യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് സാക്ഷ്യം നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കേണ്ടവരാണ്. അപ്പോ പെന്തക്കോസ്തായിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചും നമുക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പൊ പെന്തക്കോസ്താ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണം. ഒരു പുതിയ ജനനമായി നമ്മുടെ ജീവിതം മാറണം. മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും ബോൺ അഗെയിൻ ആണ്. വി ആർ ബോൺ ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച ജീവിതങ്ങളാണ്. അപ്പൊ ആത്മാവിൽ നിറഞ്ഞ ജീവിതങ്ങളായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനും ഈശോയുടെ ദൗത്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്, നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ പെന്തക്കോസ്താ ദിനത്തിൽ എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മളിപ്പോ വായിച്ചു കേട്ട വചനത്തിൽ നമ്മൾ കണ്ടത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടില്ലേ എന്താ അവിടെ സംഭവിച്ചത്? പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോ അവരെല്ലാവരും പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് എന്ത് സംഭവിച്ചു? കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം, അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇതുപോലൊരു പെന്തക്കോസ്താ അനുഭവം നമുക്ക് വേണമോ? നമുക്ക് ആഗ്രഹമുണ്ടോ കിട്ടാൻ? പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു അഭിഷേകം വേണം എന്നുള്ള ആഗ്രഹമുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തൊന്ന് കരമുയർത്തി ഒന്ന് ഈശോയെ മഹത്വപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മ അഭിഷേകം വേണം, പെന്തക്കോസ്താ അനുഭവം എനിക്ക് വേണം. ആ അനുഭവം എന്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയേ ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കൂ. ഈ ശുശ്രൂഷയിലൂടെ എനിക്കത് ലഭിച്ചേ മതിയാകൂ. ദൈവമേ, അത് തരാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിനെ പോലെ ഒരു വലിയ മത്സര ബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരു വലിയ ആഗ്രഹത്തോടെ ഒരു യുദ്ധത്തിനായിട്ട് നമ്മൾ ഇറങ്ങുക. ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുന്നവനാണ്. നമ്മുടെ വാശി, നമ്മുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ ഒന്ന് കൊടുത്തിട്ട് പറയണം, ദൈവമേ, ആത്മാവിന്റെ അഭിഷേകം എനിക്ക് വേണം. ആഗ്രഹമുള്ളവരെല്ലാവരും ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മള് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേക നിമിഷങ്ങളിൽ നമ്മൾ കാണുന്ന വലിയൊരു കാറ്റാണ്. ഈ കാറ്റ് എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്? ദൈവത്തിന്റെ ജീവനെ പ്രതിദാനം ചെയ്യുന്നു, ഗോഡ്സ് ലൈഫ്. അതുപോലെ തന്നെ ശക്തി, കാറ്റിൽ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? പവർ വരികയാണ്, ശക്തി. അതുപോലെ തന്നെ ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യമാണ് അവിടെ സംഭവിക്കുന്നത്, ഇൻവിസിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. ഈ കാറ്റിലൂടെ പെന്തക്കോസ്തായിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഒന്ന് ഗോഡ്സ് ലൈഫ് ഓർ ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം അഥവാ ഇൻവിസിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. രണ്ടാമത് അവിടെ എന്താണ്? ഫയർ ആണ്, തീ. തീ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശുദ്ധീകരണമാണ്, പ്യൂരിഫിക്കേഷൻ അല്ലെ? നമ്മള് പലപ്പോഴും പ്യൂരിഫിക്കേഷന് വേണ്ടി സ്വർണം പ്യൂരിഫൈ ചെയ്യുന്നത്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നല്ലോ, വചനത്തിൽ തന്നെയുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോ ശുദ്ധീകരണം നടക്കുകയാണ് ഫയറിലൂടെ, തീയിലൂടെ. അതുപോലെ തന്നെ വിശുദ്ധി നടക്കുന്നു, ഹോളിനെസ്. പ്യൂരിഫിക്കേഷൻ, ഹോളിനെസ്,
പിന്നെ എന്താണ്? ഡിവൈൻ ലവ് ആണ് ഈ തീയിലൂടെ, ആ പെന്തക്കോസ്ത് നാളിലൂടെ അവരനുഭവിക്കുന്നത്. അതുപോലെ തന്നെ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്, വലിയ മാറ്റം സംഭവിക്കുകയാണ്. ആ പെന്തക്കോസ്തായോടുകൂടി ശിഷ്യന്മാരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഇല്ലേ? നമ്മളതല്ലേ കാണുന്നത്. ശിഷ്യന്മാര് അവിടെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അതുവരെയും ഭയം. അവർ കഥകടിച്ചിരിക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാനുള്ള ധൈര്യമില്ല. ഇങ്ങനെയെല്ലാം ഭയപ്പെട്ടിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനം നടക്കുകയാണ്. ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ അവർ ധൈര്യമുള്ളവരായിട്ട് മാറുകയാണ്. അവരിൽ മാറ്റം വരികയാണ്. ആത്മാവിന്റെ വലിയ ശക്തിയാൽ അവർ നിറയുന്ന അനുഭവത്തിലേക്ക് അവരെത്തിച്ചേരുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോ ആശയക്കുഴപ്പത്തിലുമായിരുന്നു അവർക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. മുന്നോട്ട് ഭയപ്പെട്ട ആശയക്കുഴപ്പത്തിലായി അവർ അടച്ച വാതിലുകൾക്ക് പിന്നിൽ ഒളിച്ച്, എന്നാൽ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധയമ്മ കൂട്ടി പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോ അവരിലേക്ക് വലിയ ശക്തി കടന്നു വരികയാണ്. അങ്ങനെയാണ് അവരിൽ ഈ മാറ്റങ്ങള് ഈ കാറ്റിലൂടെ, കൊടുങ്കാറ്റിലൂടെ, അതുപോലെ തന്നെ തീയിലൂടെ, ഫയറിലൂടെ, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പൊ അതിലൂടെയൊക്കെ സംഭവിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ധൈര്യശാലികളായിട്ട് മാറുന്നു, സന്തോഷമുള്ളവരായിട്ട് മാറുന്നു, പ്രാർത്ഥനയുള്ളവരായിട്ട് മാറുന്നു, ക്രിസ്തുവിന്റെ ധീര രക്തസാക്ഷികളായിട്ട് മാറുന്നു, സുവിശേഷത്തിനായി അധ്വാനിക്കുവാൻ, കഷ്ടപ്പെടാൻ, ദേശാന്തരങ്ങളിലേക്ക് പോകാൻ, സുവിശേഷത്തിനായി മരിക്കാൻ പോലും തയ്യാറാകുന്നവരായി അവർ മാറുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ധ്യാനം. ഇതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്, ഇതിന് നമ്മൾ തയ്യാറാകുന്നതാണ്, അതിനായി പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ഈ ശുശ്രൂഷ. ആർ യു റെഡി ടു റിസീവ് ദിസ് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? ഇതാണോ നമ്മുടെ ആഗ്രഹം? ഇതിനു വേണ്ടിയാണോ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? എങ്കിൽ ഈ ആഗ്രഹം സാധിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ഈശോയ്ക്ക് വേണ്ടി ധൈര്യമുള്ളവരാക്കി മാറ്റും. സന്തോഷത്തോടുകൂടി ക്രിസ്തുവിന് വേണ്ടി കുരിശേറ്റെടുക്കാൻ വേണ്ടി വന്നാൽ യേശുവിന് വേണ്ടി മരിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. പ്രാർത്ഥിക്കാൻ, ഈശോയോട് ചേർന്നിരിക്കാൻ, ഈശോയെ ആരാധിക്കാൻ, ക്രിസ്തുവിന്റെ ധീര രക്തസാക്ഷികളായി മാറാൻ, സുവിശേഷം പ്രഘോഷിച്ച് ആത്മാക്കളെ നേടാൻ, പെന്തക്കോസ്തായിൽ ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും ലഭിച്ച ആ അനുഭവം, 120ഓളം ശിഷ്യഗണങ്ങൾക്ക് ലഭിച്ച അഭിഷേകം പ്രിയമുള്ളവരെ ഇന്ന് സഭയ്ക്ക് ലഭിക്കാൻ, നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു തീയായി മാറും. വിശ്വസിക്കുന്നവർ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ ദൈവം തന്നോളും. നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും അല്ല ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ട സൗഖ്യം, നമുക്ക് വേണ്ട വിടുതല്, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എല്ലാം തരാൻ ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നേ? ഒരേ ഒരു ആഗ്രഹം, ശിഷ്യന്മാർക്ക് പെന്തക്കോസ്തായിൽ ലഭിച്ച അനുഭവം എനിക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഈ ശുശ്രൂഷയിലുടനീളം നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വരും ദിനങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിച്ച് ആത്മാവിന്റെ വലിയ നിറവിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പെന്തക്കോസ്തായിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സഭയുടെ ജനനമാണ്. ദ ബർത്ത് ഓഫ് ദ ചർച്ച്. സഭയുടെ ജന്മദിനം എന്നാണ് പെന്തക്കോസ്തായെ വിളിക്കുന്നത്. അപ്പോൾ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 41-ാമത്തെ വചനത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പത്രോസ് ധൈര്യപൂർവ്വം, ഇതുവരെയും ഭയപ്പെട്ട്, നമുക്കറിയാം ഒരു വേലക്കാരിയുടെ മുമ്പിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ പോലും കഴിയാതിരുന്ന പത്രോസാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങി, ആ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ധൈര്യത്തോടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. ഇതൊന്നും വീഞ്ഞു കുടിച്ച് ഉന്മത്തരായവരുടെ ഒരു കാര്യമൊന്നുമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ശക്തിയോടുകൂടി പ്രസംഗിക്കുകയാണ്. അങ്ങനെ
പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്താണ്? ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞ പാടെ എത്ര പേരാ ചേർന്നത്? സഭയോട് ചേർന്നത്, ആ കൂട്ടായ്മയോട് ചേർന്ന് എത്ര പേരാ? 3000 പേർ. 3000 people in one speech, one proclamation of the word of God. ഒറ്റ പ്രാവശ്യം 3000 പേര് സഭയോട് ചേരുകയാണ്. എന്തൊരു മഹാ അത്ഭുതം അല്ലേ? അതാണ് വിവിധ ഭാഷകള് അവര് സംസാരിച്ച് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ ആ വചനത്തിൽ കണ്ടതാണ്. അപ്പോ ഈ ഭാഷകൾ അല്ലെങ്കിൽ ലാംഗ്വേജ്, ടങ്സ്, വിവിധ ഭാഷകൾ, ടങ്സ് അല്ലെങ്കിൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജനതകൾക്കുമുള്ള സുവിശേഷമാണ്. അപ്പൊ ജനങ്ങൾക്കിടയിലുള്ള ഐക്യമാണ് സൂചിപ്പിക്കുന്നത്. സാർവത്രിക സഭയെ പ്രതിനിധാനം ചെയ്യുകയാണ് ആ ഭാഷകൾ അല്ലെങ്കിൽ ടങ്സ് ഓർ ലാംഗ്വേജസിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ gospel for all nations, unity among all the people, and universal church. So we are part of that universal church and we should be proud about our church. ഇതാണ് അവിടെ എത്ര വിവിധ രാജ്യങ്ങളിൽ പെട്ടിരുന്ന ആളുകൾ, അവർക്കൊക്കെ താന്താങ്ങളുടെ ഭാഷകളിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്തോ ഒരു കൃപയാ, എന്തോ ഒരു അഭിഷേകമാ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലാതെ മറ്റെന്താ? ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റമാണ് പ്രിയമുള്ളവരെ ഇത് സംഭവിക്കുന്നു. അങ്ങനെ ഭയചകിതരായിരുന്ന ശിഷ്യന്മാർ ധീരരായ സാക്ഷികളായി മാറുകയാണ്. ഇതാണ് you will receive the Holy Spirit when you will receive the power when the Holy Spirit will come upon you എന്ന് Acts of the Apostles chapter 1 verses 8 പറയുന്നതാ. സാക്ഷികളാവുകയാണ്. അങ്ങനെയാ തോമാസ് ശ്ലീഹ നമ്മുടെ ഭാരത മണ്ണിലേക്ക് എത്തിയത്. ശിഷ്യന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി, വിവിധ പ്രദേശങ്ങളിലേക്ക് പോയി. ആദ്യം തോമാസ് ശ്ലീഹ നോർത്തിലൊക്കെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് രണ്ടാമതാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പോ ധീര രക്തസാക്ഷികളാകാൻ വേണ്ടി, ധീര സാക്ഷികളായി മാറാൻ അവർ തയ്യാറായത് ഈ പെന്തക്കോസ്തായുടെ അനുഭവമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പെന്തക്കോസ്തായെ കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. CCCയില് അതിന്റെ 731 ഖണ്ഡികയിൽ പറയാണ്, ഈസ്റ്ററിന്റെ 7 ആഴ്ചകൾ അവസാനിച്ച പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വർഷിക്കപ്പെടലിലൂടെ ക്രിസ്തുവിന്റെ പെസഹ പൂർത്തീകരിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ പെസഹ പൂർത്തീകരിക്കപ്പെടുന്നത് പെന്തക്കോസ്തായിലൂടെയാണെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും CCC കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ 732 ഖണ്ഡികയിൽ പറയാണ്, ആ ദിവസം പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായും വെളിപ്പെടുന്നു. ആ ദിവസം മുതൽ ക്രിസ്തു പ്രഖ്യാപിച്ച രാജ്യം അവനിൽ വിശ്വസിക്കുന്നവർക്കായി തുറന്നിരിക്കുന്നു. ഏതു ദിവസം? പെന്തക്കോസ്താ ദിവസം. പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായും വെളിപ്പെടുന്ന ദിനം. അന്നു മുതലാണ് ക്രിസ്തു പ്രഖ്യാപിച്ച രാജ്യം അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെടുന്നത് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 738 ഖണ്ഡികയില് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പഠിപ്പിക്കുകയാണ്, സഭയുടെ ദൗത്യം ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൗത്യത്തിലേക്കുള്ള ഒരു കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് അതിന്റെ കൂദാശയാണ്. ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൗത്യം നമുക്കറിയാം. അതുകൊണ്ട് അതിലേക്ക് കൂട്ടിച്ചേർക്കുക മാത്രമല്ല, അതൊരു കൂദാശ ജീവിതം. അതിലേക്കാണ് നമ്മുടെ വിളി. കൂദാശ ജീവിതത്തിൽ അടിസ്ഥാനമിട്ടൊരു ജീവിതം. അതുപോലെ 767 ഖണ്ഡികയിൽ പറയാണ്, പിതാവ് പുത്രന് ഭൂമിയിൽ ചെയ്യാൻ നൽകിയ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ സഭയെ നിരന്തരം വിശുദ്ധീകരിക്കുന്നതിനായി പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. പിതാവ് പുത്രന് ഭൂമിയിൽ പ്രവർത്തിക്കാനായിട്ട് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞു. കർത്താവ് തന്റെ പുത്രനെ ഏൽപ്പിച്ച ദൗത്യം പുത്രൻ നിറവേറ്റി കഴിഞ്ഞപ്പോൾ ഇനി സഭയെ, ദൈവത്തിന്റെ സഭയെ, ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയെ നിരന്തരം വിശുദ്ധീകരിക്കുന്നതിനായി പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു.
അപ്പൊ നിരന്തര വിശുദ്ധീകരണം സഭയ്ക്കും സഭയിലെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മളിൽ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഹൂ ഈസ് ഹോളി സ്പിരിറ്റ്? ആരാണ് പരിശുദ്ധാത്മാവ്? എന്താ നമ്മുടെ അറിവ് പറയാമോ? ഒരു വ്യക്തിയാണെന്നുള്ള പഠിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. കറക്റ്റ് ആണ് ആൻസർ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുമ്പോ പരിശുദ്ധാത്മാവ് പൂർണ്ണമായ ദൈവമാണ്. ഈസ് ഫുള്ളി ഗോഡ് ആൻഡ് ഈസ് ഇറ്റേണൽ. പിതാവിനും പുത്രനും തുല്യനാണ്. ഈക്വൽ ടു ദ ഫാദർ ആൻഡ് ദ സൺ. അപ്പൊ അത്രയും, അതാണ് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയാണ്, ത്രിത്വത്തിൽ മൂന്നാമനാണ്. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോയാൽ CCC 685 കണ്ണിയിൽ പറയാണ്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ വ്യക്തികളിൽ ഒരാളാണെന്നും പിതാവിനോടും പുത്രനോടും ഏക സ്വരമാണെന്നും പ്രഖ്യാപിക്കുക എന്നതാണ്. മനസ്സിലായോ? വളരെ വ്യക്തമാണ് സഭയുടെ പഠനങ്ങൾ. അതുപോലെ തന്നെ 687 കണ്ണിയിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവല്ലാതെ മറ്റാർക്കും ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല. വചനഭാഗത്ത് നമുക്കത് കാണാനായിട്ടുണ്ട്. അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് സഭ ഇത് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ പിതാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നവൻ തന്റെ പുത്രന്റെ ആത്മാവ് വാസ്തവമായും ദൈവമാകുന്നു. അപ്പോ പിതാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ ആത്മാവിനെ അയച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാമോദീസായിലൂടെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. വാസ്തവമായിട്ടും അവൻ ദൈവമാണ്. പരിശുദ്ധാത്മാവ് പലപ്പോഴും എങ്ങനെയാ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്? അഗ്നിയായിട്ടും പ്രാവിന്റെ രൂപത്തിലും വെള്ളമായിട്ടും ഒക്കെയാ വരുന്നത് നമുക്ക് അറിയാം, അല്ലെ? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് തന്നെ അഗ്നിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമായിട്ട് അഗ്നിയെ പറയുന്നത്. പിന്നെ ജ്ഞാനസ്നാന സമയത്ത് ഈശോയുടെ മേൽ പ്രാവിന്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. പ്രാവിനെ പോലെ ഇറങ്ങി വന്ന് ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്നൊക്കെ പറയുന്ന ആ വചനഭാവം ഉണ്ടല്ലോ. ഈശോ ഇറങ്ങി വന്ന് ഇവൻ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോ സ്വർഗം ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് നിറയുന്ന നിമിഷങ്ങള് ഈശോയുടെ മേൽ വന്ന് നിറയാണ്. അത് പ്രാവിന്റെ രൂപത്തിലാണ് വന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 37-39 വചനം മരിയ സിസ്റ്റർ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയപ്പോ വചനഭാഗം കോട്ട് ചെയ്തായിരുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അത് അവൻ പറഞ്ഞത് ആരെ കുറിച്ചാ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോ ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബൈബിളിലെ സാക്ഷ്യങ്ങളാണ്. കത്തോലിക്ക സഭയും നമ്മളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ വലുതാണ്. ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളും പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ നമ്മളിൽ തുടരാൻ നമ്മളെ നിയോഗിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി വന്നു കഴിയുമ്പോൾ നമ്മളൊരു വലിയ നിറവായിട്ട് മാറുകയാണ്. അഭിഷേകം സ്വീകരിക്കുകയാണ്. എന്താണ് അഭിഷേകം? പരിശുദ്ധാത്മാഭിഷേകം എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. വാട്ട് ഈസ് അഭിഷേകം, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഈ പരിശുദ്ധാത്മാവ് ആരാണെന്ന് കണ്ടു, പെന്തക്കോസ്തായിൽ എന്താ സംഭവിച്ചെന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് മാമോദീസ, സ്ഥൈര്യലേപനം ഒക്കെ കർത്താവ് നമുക്ക് നൽകി. ആ കൂദാശകളിലൂടെ, പിന്നെ അനുദിന വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, കുംഭസാരത്തിലൂടെ ഒക്കെ, അല്ലെങ്കിൽ എല്ലാ കൂദാശകളിലൂടെയും ഒക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവനുഭവിക്കുന്നു. വചനധ്യാനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവനുഭവിക്കുന്നു. ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുക? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ ജനനം നൽകുകയാണ്. അതായത് പുതുജനനം നൽകുന്നു. ഗീവ്സ് എ ന്യൂ ബർത്ത്. ഇതുവരെയും നമ്മൾ ജീവിച്ചതുപോലെയല്ല. ഇനിയുള്ള കാലം, ഇനിയുള്ള ജീവിതം മുഴുവനും, ജീവിതാന്ത്യം വരെ ഈ ഭൂമിയിൽ ഒരു പുത്തൻ ജീവിതത്തിന്റെ ഉടമയായിട്ട് മാറണം.
അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹമുണ്ടോ നമുക്ക്? ഉണ്ട്. ഉണ്ട്. എങ്കിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ധ്യാനം നമ്മൾ തീക്ഷ്ണമായിട്ട് കൂടണം. നമ്മൾ അലസരായിരുന്നു കൂടേണ്ട ഒരു ശുശ്രൂഷ അല്ല ഇത്. വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മുടെ ശുശ്രൂഷ. ഇത് എന്റെ ജീവിതമാണ്, എന്റെ ആഗ്രഹമാണ്, എന്റെ ആഗ്രഹത്തോടുകൂടി ഞാൻ വന്നിരിക്കുന്നതാണ്. എന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സഹോദരി പറഞ്ഞില്ലേ, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് ഞാൻ നിത്യജീവൻ പ്രദാനം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ തിരുവചനമാണ്. അപ്പൊ ആ ദൈവമായ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ പിതാവായ ദൈവത്തിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവം അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ ആത്മാവിന്റെ നിറവിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് നിറച്ച് അനുഗ്രഹിച്ച് അഭിഷേകമുള്ള ജീവിതങ്ങളാക്കി ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഉന്നതമായ കൃപ ദൈവം നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ നൽകും. അതായിരിക്കണം നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഇത് സ്വീകരിക്കണം. അതിനായിട്ട് അനേകരെ ഈ പെന്തക്കോസ്ത ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുക്കണം, ആഗ്രഹിക്കണം, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ക്ഷണിക്കണം, ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മളൊരു സുവിശേഷത്തിന്റെ സാക്ഷ്യമായിട്ട് മാറുക. ഞാൻ പറഞ്ഞു, പുതുജനനം നൽകുന്നത് പരിശുദ്ധാത്മാവ് ന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ജീവിതം, ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം. ഇനി നമ്മൾ ചെടികരായി ജീവിക്കേണ്ട ഒരു മനുഷ്യരല്ല, ആത്മാവിനാ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ ഒരു ആഗ്രഹം മാത്രമായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് അവരുമായി നിരന്തര ബന്ധത്തിൽ ഒരു പുത്തൻ ജീവിതത്തിന്റെ ഉടമയായിട്ട് എനിക്ക് മാറണം. ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. അതിനായി നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ ഓരോ നിമിഷവും ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനം, unless one is born of water and the spirit, he cannot enter the kingdom of God. അപ്പോ അതാണ് പുതുജനനം. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കണം. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന വചനഭാഗമല്ലേ, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം അവകാശപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു ഒരാൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. He dwells within us. He gives new birth and also he dwells within us. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, do you not know that you are God's temple and that God's spirit dwells in you? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? Don't you know that you are the temple of God and the spirit of God dwells in you? It's a reminder. We all should know. നമ്മളിൽ മാമോദീസ സ്വീകരിച്ച നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. എന്നാൽ ഈ ആത്മാവ് നമ്മളിൽ ജ്വലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തീക്കട്ടയായി പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ ഈ തീക്കട്ടയുടെ മേൽ ചാരമായി നമ്മുടെ ജീവിതത്തില് ഈ പരിവരുത്ത ജീവിത മേഖലകളിലൂടെ കടന്നുപോയപ്പോ തിന്മകളും പാപങ്ങളും ബന്ധനങ്ങളും ഒക്കെയായി കടന്ന് ഈ തീക്കട്ടയെ കെടുത്തിക്കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ ജ്വലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ മറച്ചു വെക്കുന്ന, ചാരമായി മൂടപ്പെട്ട് കിടക്കുന്ന മറ്റു കാര്യങ്ങളോ ഇതിന് ചുറ്റുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ദൈവത്തിന്റെ ആലയമാണ് നമ്മള്. We are the temple of the Holy Spirit and he wants to always dwell in our hearts. അതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും.
പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവത്തെ ആരാധിക്കണം, കൂദാശകൾ കൂദാശ കേന്ദ്രിതമായ ഒരു ജീവിതം നയിക്കണം, ആൾക്കാരെയോട് കെട്ടപ്പെട്ട ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറണം. ഇതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എത്രയോ അനുഭവങ്ങൾ ഉണ്ടെന്നറിയാമോ? എത്രയോ അനുഭവങ്ങൾ. ഞാൻ ഓർക്കുന്നു, നമ്മൾ നടത്തുന്ന ഒരു ധ്യാനം മൂവാറ്റുപുഴയില് നെസ്റ്റില്, കോതമംഗലം രൂപതയുടെ പാസ സെന്ററായ നെസ്റ്റിൽ വെച്ചാണ് നമ്മുടെ ധ്യാനം നടക്കുന്നത്. അഗാപ്പെ ഇന്റർനാഷണൽ കാത്തലിക് മിഷന്റെ കുടുംബ വൃക്ഷ ശക്തീകരണ ധ്യാനമാണ്. അപ്പൊ ആ ധ്യാനത്തില് 2 ചെറുപ്പക്കാര്, അവരുടെ പേരൻസ് വന്ന് ധ്യാനം കൂടി, അവർക്ക് നല്ല അനുഭവമായി. അപ്പൊ അവര് പ്രാർത്ഥിച്ചു, കുറെ നാളുകൾ പ്രാർത്ഥിച്ചു. പിള്ളേർക്ക് വിശ്വാസമില്ല, നിരീശ്വരവാദികളാണ്, അവര് പള്ളിയിൽ പോകത്തില്ല, കുടുംബ പ്രാർത്ഥനകൾ കൂടത്തില്ല, എല്ലാത്തിനും ഒരു മറുതലിക്കുന്ന സ്വഭാവം. എന്നാൽ ഈ മാതാപിതാക്കളുടെ വചനമുണ്ടല്ലോ, മാതാപിതാക്കളുടെ അനുഗ്രഹം, അത് വലിയ അനുഗ്രഹമായിട്ട് മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ പണിയുന്നു എന്നുള്ള വചന വെളിച്ചത്തിൽ അവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ മാതാപിതാക്കള് ധ്യാനം കൂടി, 1 ധ്യാനം കൂടി, 2 ധ്യാനം കൂടി. അവര് 2 ധ്യാനം കൂടിയിട്ട് ഇവര് ഈ മക്കളെ സമർപ്പിച്ചു. 2ാമത്തെ ധ്യാനം കൂടിയത് മക്കൾക്ക് വേണ്ടിയാണ്. ആദ്യ ധ്യാനം കൂടിയപ്പോഴാണ് അവർക്ക് ഇതിന്റെ സീക്രട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. വലിയ വിടുതലിന്റെ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയില് ആദ്യത്തെ ധ്യാനത്തിലൂടെ കിട്ടിയ അനുഭവത്തിൽ 2ാമത്തെ ധ്യാനത്തിന് അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3ാമത്തെ ധ്യാനമായപ്പോഴത്തേനും അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ധ്യാനത്തിന്റെ സമയത്ത് ഈ മക്കള് ഈ കർണന്മാര് പറഞ്ഞപ്പോ അവർ ധ്യാനത്തിന് പോകാമെന്ന് സമ്മതിച്ചു. അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇവരുടെ നിർബന്ധവും ഇവരുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്. ഈ മാതാപിതാക്കൾക്കും വലിയ മാറ്റം, അവരിൽ വലിയ ചേഞ്ചസ് ഒക്കെ കണ്ടു. അവർ പഴയ പോലെ ഒന്നും അല്ല. ഇതെല്ലാം കണ്ടപ്പോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മക്കള് 2 പേരും കൂടെ വരുന്നത്. അവര് കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളാണ്. അപ്പൊ അവര് വന്നു, ധ്യാനത്തിൽ പങ്കെടുത്തു. 2 ദിവസം അവർ ഉഴപ്പി, ഒന്നിനും കാര്യമായിട്ടൊന്നും, ചുമ്മാ വന്നിരുന്നു, ഒന്നും ഒരു അറ്റൻഷൻ കൊടുത്തില്ല. സെക്കൻഡ് ഡേയിലെ ഡെലിവറൻസ് ആരാധനയില് വചനപ്രഘോഷണമൊക്കെ നടക്കും. അവരിവിടെ ഇരിക്കുന്നുണ്ട്, അവര് വലിയ അറ്റൻഷൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് ഒരു പുത്തൻ അഭിഷേകം, ഒരു ഡെലിവറൻസ് കിട്ടി. അവർ ആത്മാവ് നിറഞ്ഞു. 5 ദിവസത്തെ ധ്യാനം കൂടി അവർ തിരിച്ചുപോയിട്ട് സംഭവിച്ച കാര്യമാണ് പ്രധാനപ്പെട്ടത്. കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. ആ 3 കിലോമീറ്റർ നടന്ന് എല്ലാ ദിവസവും രാവിലെ ഡെയിലി മാസിന് ഈ മക്കള് പോകുന്ന കണ്ട് നാട്ടുകാർക്ക് അതിശയം. ഇവര് വളരെ വിശ്വാസമില്ലാതെ പള്ളിയിൽ പോകാതിരുന്ന ഈ ആളുകള് ഇങ്ങനെ, ഈ കുഞ്ഞുങ്ങള് ഇങ്ങനെ പോകുന്ന കണ്ട് ഈ കർദ്ദമാര് ചോദിക്കാൻ തുടങ്ങി. മറ്റുള്ള നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, അവിടെയുള്ളവർ എന്താ പറ്റി, നിങ്ങളെന്താ, എവിടെ പോവാ, എങ്ങനെയാന്നൊക്കെ ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞപ്പോ അവർ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുവാണ്. വിശേഷങ്ങളൊക്കെ അവർ പറയുന്നു. അങ്ങനെ ഇവരൊരു വലിയ സാക്ഷ്യമായിട്ട് മാറുകയാണ്. യേശുക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുകയാണ്. എത്രയോ യുവജനങ്ങളാണെന്നറിയാമോ. ഇത് ഞാൻ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ധാരാളം മക്കള് വിശ്വാസത്തിന് ബാംഗ്ലൂരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട്, അതുപോലെ അവര് കാരണവന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നിട്ട് അവസാനം കണ്ണീരോടെ പറയാണ്, ഞങ്ങള് ദൈവത്തോട് മറുതലിച്ച് കടന്നുപോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റി, തിരിച്ചറിവ് തന്നത് ഈ ധ്യാനത്തിലൂടെയാണ്, പരിശുദ്ധാത്മാവാണ് ഇത് തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മക്കളെ സാക്ഷ്യപ്പെടുത്തി പോകുന്ന കാണുമ്പോ എന്തോ ഒരു സന്തോഷം. സ്വർഗ്ഗം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്. കർത്താവ് ഒരു ആത്മാവ് പോലെ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. തന്റെ പുത്രൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ വിരിമാറിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചത് ഒരാൾ പോലും നശിച്ചു പോകരുത് എന്നുള്ള സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മള് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളായി തീരണം, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ത്രിത്വത്തിൽ 3ാമനായ ഒരു വ്യക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് സഹായിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, യഥാവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. അതുപോലെ 4ാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നു. മേക്സ് us children of God. റോമാലേഖനം
8-ാം അധ്യായം 14-15 വചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ? ആണോ? അതെ. അതെ. ആണ്, ആയിരിക്കണം. That is our call, the primary call. We are the children of God. ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവമക്കളാകാൻ വേണ്ടിയിട്ട് തന്നെയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പുത്ര, അങ്ങനെ വിളിക്കാനുള്ള പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. പൗലോസ്ലീഹ രേഖപ്പെടുന്നത് അങ്ങനെയാ. അപ്പൊ ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ. ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാകാൻ ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കും. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ യോഗ്യതയോടുകൂടി ഈ ഭൂമിയിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി ദൈവത്തിന്റെ നിയോഗങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കൊണ്ട് നമ്മൾ നിറയാൻ ആഗ്രഹിക്കുക. അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മക്കൾക്ക് തന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ കേൾക്കും. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു പോവുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 22-23 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ? സ്നേഹം, സമാധാനം, സന്തോഷം, ആനന്ദം, ക്ഷമ, എളിമ, വിനയം, ആത്മസംയമനം, വിശ്വസ്തത, നന്മ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദിവസങ്ങളിലൊക്കെ നന്നായി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തും മറ്റുള്ളവരോട് കരുണ കാണിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളിൽ നമ്മൾ വ്യാപൃതരായി മുന്നോട്ട് പോകുവാൻ, ഈ ഫലങ്ങളാൽ കൂടുതൽ കൂടുതൽ നിറയാൻ, എല്ലാ നിമിഷവും എല്ലാ ദിവസവും ഈ ഫലങ്ങളുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ട്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ശക്തിയുടെയും ഉപദേശത്തിന്റെ ആത്മാവിനെ, അറിവിന്റെയും ബുദ്ധിയുടെയും ദൈവഭയത്തിന്റെ ആത്മാവിനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-3 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന്റെ. അതുപോലെ വരങ്ങള്, വിശ്വാസത്തിന്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള വരം, ഭാഷാവരം, പ്രവചനവരം, ദർശനവരം, വചന പ്രഘോഷണവരം, വ്യാഖ്യാനവരം, വിവേചനാവരം, വിവേകത്തിന്റെ വരം, മധ്യസ്ഥ പ്രാർത്ഥനാവരം, ശുശ്രൂഷാവരം. ഇങ്ങനെ നിരന്തരമായ വരങ്ങൾ അനേകരെ ശുശ്രൂഷിക്കാൻ. അതുപോലെ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ചോദ്യപേപ്പർ ഉണ്ട്. ഈ ചോദ്യപേപ്പറിനൊക്കെ അതിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിന്റെ മക്കളാകുന്നത്. അതിനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. അങ്ങനെ പറയുന്ന വചനഭാഗങ്ങളില്ലേ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു കരുണ, നമ്മൾ ദൈവകരുണയുടെ കൂട്ടായ്മയാണ്. ഈ ദൈവകരുണ നമ്മളിൽ നിന്ന് ഒഴുകണം. കരുണയുടെ പ്രവർത്തികളുള്ള ജീവിതങ്ങളാകാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായ ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ കാണും. കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ പറയുകയാണ്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ 1831-ാമത്തെ ഖണ്ഡികയിൽ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ ജ്ഞാനം, വിവേകം, ആലോചന, ധൈര്യം, അറിവ്, ഭക്തി, കർത്താവിനുള്ള ഭയം എന്നിവയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഈ അറിവ് അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ ബോധ്യങ്ങൾ ഉണ്ടായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ടത് ഒരു അഭിഷേകമാണ്. ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് അനോയിന്റിങ്? പറയാമോ? എന്താ ഈ അഭിഷേകം? ഇറ്റ്സ് എ കോൺസെക്രേഷൻ. ഈ അഭിഷേകം എന്ന് പറയുന്നത് ഒരു കോൺസെക്രേഷൻ, ഒരു പ്രതിഷ്ഠയാണ്, ഒരു സമർപ്പണമാണ്. ഇതൊരു ഒരു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോ, അഭിഷേകം സംഭവിക്കുമ്പോൾ വി ആർ കോൺസെക്രേറ്റഡ്. കോൺസെക്രേഷൻ സംഭവിക്കുകയാണ്, പ്രതിഷ്ഠ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു എംപവർമെന്റ് ഉണ്ടാവുകയാണ്, ഒരു ശക്തീകരണം ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ശക്തിപ്പെടുകയാണ് പല കാര്യങ്ങൾ ചെയ്യാൻ. രോഗശാന്തി, വചനപ്രഘോഷണം, ശുശ്രൂഷകൾ, വിടുതലുകൾ, കൗൺസിലിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരിൽ യേശുവിനെ കാണാൻ. ഈ ഒരു ചെറിയ സഹോദരൻ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറയുമ്പോൾ
മറ്റുള്ളവരിൽ യേശുവിനെ കാണാനുള്ള ആ വലിയ ശക്തി, അവനെ വേദനിക്കുന്നവരിലും നിരാലംബരിലും നിരാശ്രയരിലും ഒക്കെ യേശുവിനെ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ആ വലിയൊരു ശക്തി നമുക്ക് നൽകുന്നത് ഈ അഭിഷേകത്തിലൂടെയാണ്. എത്രയോ ആളുകളാ ഈ പ്രചോദനം ലഭിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ കിടക്കുന്ന ആളുകളെ എടുത്ത് വളർത്തുന്നു, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു സഹോദരൻ നമ്മുടെ ഈ ശുശ്രൂഷയിൽ വരും ദിവസങ്ങളിൽ തന്റെ അനുഭവം പങ്കുവയ്ക്കാനായിട്ട് വരും. ഇങ്ങനെ ധാരാളം ആളുകൾ, പ്രിയമുള്ളവരെ, ഈ ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് വ്യത്യസ്തമായ ശുശ്രൂഷ ശൈലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ വിളിയ, ഓരോ നിയോഗമാ. അതാണ് ഒരു അഭിഷേകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്താലുള്ള വിശുദ്ധീകരിക്കപ്പെടൽ, സാങ്ക്ടിഫിക്കേഷൻ ബൈ ഗോഡ്. അഭിഷേകത്തിലൂടെ സംഭവിക്കുന്ന കാര്യമായി ഇതൊക്കെ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതായിരിക്കണം നമ്മുടെ നിയോഗവും ആഗ്രഹവും. We need to consecrate and we need to get the empowerment and also the sanctification by God. അനുദിന ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ ബൈബിളിൽ കടന്നു ചെല്ലുമ്പോ പഴയ നിയമത്തിലെ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ അഭിഷേകം ചെയ്യപ്പെടും നമ്മൾ കാണുന്നുണ്ട്. എണ്ണ കൊണ്ടൊക്കെ അഭിഷേകം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ എണ്ണ നമ്മളെയും അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ കൊണ്ടാ. മാമോദീസ സ്വീകരിക്കുമ്പോഴും സൈരലേപനം സ്വീകരിക്കുമ്പോഴും ഒക്കെ നമ്മൾ എണ്ണയിലൂടെയാണ് നമ്മളെയും അഭിഷേകം ചെയ്യുന്നത്. അവിടെ എണ്ണ പ്രതിദാനം ചെയ്യുന്നത് ഹീലിംഗ് ആണ്, രോഗശാന്തിയുണ്ട്, അവിടെയും ശക്തിയുണ്ട്, വിശുദ്ധിയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോ യേശുക്രിസ്തുവും അഭിഷക്തനാകുന്നതിനെ കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്നില്ലേ? ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയാണ്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് സുവിശേഷ ഭാഗത്തില്. അപ്പോ ആ ഒരു വലിയ ആത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റും. എന്നിൽ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു അഭിഷേകം. നമ്മൾ അഭിഷേകത്തിന്റെ കാര്യങ്ങൾ കണ്ടു. അതുപോലൊരു നിറവുള്ള അഭിഷേകം എന്റെ ജീവിതത്തിലും വേണം. ഈ ഒരു ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈശോയുടെ ക്രിസ്തു എന്നുള്ള തലക്കെട്ടിലൂടെ അർത്ഥമാക്കുന്നത് ഹീസ് അനോയിന്റഡ്. കർത്താവ് ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടൊരു വ്യക്തിയായിട്ടാണ്, അഭിഷിക്തനായിട്ടാണ്. അപ്പോ ഈ അഭിഷേകത്തെ കുറിച്ച് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കൂദാശ ജീവിതത്തിൽ എണ്ണ കൊണ്ട് അഭിഷേകത്തിന് ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. കാറ്റക്കിമിനിസത്തിന്റെ ആദ്യ അഭിഷേകം ശുദ്ധീകരണത്തെയും ശക്തിപ്പെടുത്തലിനെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് എണ്ണ കൊണ്ടുള്ള അഭിഷേകം പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നെ കൈവപ്പ് വഴിയുള്ള ശുശ്രൂഷകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഈ ജ്ഞാനസ്നാന സമയത്ത്, ബാപ്റ്റിസത്തിന്റെ സമയത്തും കൺഫർമേഷന്റെ സമയത്തും ഒക്കെ നമ്മൾ ഈ ശുശ്രൂഷകളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് വലിയൊരു കൃപയാണ്. അതുപോലെ നമ്മൾ ധൈര്യം സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ സാക്ഷിയാകാനുള്ള വലിയൊരു അഭിഷേകം സ്വീകരിക്കുകയാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയുന്ന വലിയൊരു അഭിഷേകത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു വരിക. അപ്പൊ ഇത് പെന്തക്കോസ്ത അനുഭവം അത് ഈ തിരുനാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സഭയിൽ തുടരുന്ന, നമ്മുടെ ജീവിതത്തിൽ തുടരുന്ന ഒരു അഭിഷേകമായിട്ട് മാറണം. പെന്തക്കോസ്റ്റ് കണ്ടിന്യൂസ് ഇൻ ദ ചർച്ച് ടുഡേ ആൻഡ് ഇൻ അവർ ലൈഫ്. പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ തുടരണം, നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുക. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് വിശുദ്ധിയെ പ്രചോദിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ ആത്മീയ ദാനങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത്, അതുപോലെ ക്രിസ്തുവിലേക്ക് ആത്മാക്കളെ നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. The Holy Spirit leads the people to Christ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത് നമ്മളിലൂടെ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലൂടെ അനേക ആത്മാക്കളെ നേടുവാനായിട്ടും പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവമക്കളെ മോചിപ്പിച്ച് സ്വർഗം നിറയ്ക്കാനും നമുക്ക് കഴിയുന്ന വലിയൊരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ 737-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൗത്യം സഭയുടെ ദൗത്യമായിട്ട് മാറുന്നു. അപ്പൊ സഭയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേരുന്നതാ. അപ്പൊ ആ ദൗത്യം ഏറ്റെടുക്കണം. ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദൗത്യം സഭയുടെ ദൗത്യം, എന്റെ ദൗത്യം, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമായി മാറുമ്പോഴാണ്
ഇതൊരു അഭിഷേകമായിട്ട് മാറുന്നു. പെന്തക്കോസ്ത അനുഭവമായി സഭയിൽ നമ്മൾ ജീവിക്കുക. അവന്റെ കൃപയാൽ പരിശുദ്ധാത്മാവാണ് നമ്മിൽ ആദ്യം വിശ്വാസം ഉണർത്തുന്നത് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 741 ഖണ്ഡികയിൽ പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസം ഉണർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. ആമുഖമായി കുറെ കാര്യങ്ങള്, ചിലതൊക്കെ നമുക്ക് അറിയാമായിരുന്നിരിക്കാം, ചിലത് അറിയത്തില്ല. ബേസിക്കായ ഒരു ക്രിസ്ത്യാനി, കത്തോലിക്കൻ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ സത്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മളോട് പങ്കുവച്ചത്. ഈ അറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലെ ശുശ്രൂഷകൾ മുന്നോട്ട് പോവുക. ഈ തീക്ഷ്ണമായ അനുഭവത്തിലേക്ക് നമുക്ക് വരണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കണം. ശുശ്രൂഷ തയ്ക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയും സഹോദരന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മൾ എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, ധാരാളം ആളുകളെ ഈ ശുശ്രൂഷയിൽ കൊണ്ടുവരിക. ഇതൊരു സുവിശേഷ വേലയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. യേശു ക്രിസ്തുവിലേക്ക് ആളുകളെ നയിക്കുന്നു. അപ്പൊ നമ്മളിൽ ആത്മാവുണ്ട് എന്നതിന്റെ തെളിവാണത്. അതുകൊണ്ട് ഇതെല്ലാം സഭയെ വളർത്താനായിട്ട് നമുക്കിതെല്ലാം പ്രയോജനപ്പെടട്ടെ. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.